നന്ദി ഫാദർ. പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. പുസ്തക പ്രകാശനം നടത്തുന്നത് പ്രശസ്ത കവി ഡോക്ടർ സി രാവുണ്ണി എന്ന് നമ്മൾ അറിയുന്ന, എന്നാൽ ഞങ്ങളുടെ കാവ്യശിഖയുടെ രക്ഷാധികാരിയായ രാവുണ്ണി മാഷ്, ടീച്ചറുടെ കാവ്യ ജീവിതത്തിന്, സാഹിത്യ ജീവിതത്തിന് വഴിത്തിരിവേകിയ ഞങ്ങളുടെ സ്വന്തം രാവുണ്ണി മാഷ്, ഞങ്ങൾ കാവ്യശിഖക്കാർക്ക് ഒട്ടനേകം സാഹിത്യ പ്രമുഖന്മാർ അണിനിരക്കുന്ന ഒരു വേദിക്ക് തുല്യമാണ് രാവുണ്ണി മാഷ് ഒരൊറ്റയാളായിട്ട് വേദിയിലിരിക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടെ പുസ്തകം പ്രകാശനം ചെയ്യുവാനായി രാവുണ്ണി മാഷിനെ ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹാദരങ്ങളോടെ പ്രിയപ്പെട്ട അമ്മമാരെയും ക്ഷണിക്കുന്നു. ചേട്ടനും മക്കളും വേദിയിലേക്ക് വരണം. വിധുചേട്ടൻ ജീവിതം അതിൻ്റെ എല്ലാ പരുക്കൻ ഭാവങ്ങളോടും കൂടി മുന്നിൽ വന്നു നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എനിക്ക് അറിയാവുന്ന ഒരേയൊരു വഴി അക്ഷരങ്ങളാണ്. എനിക്ക് ചുറ്റുമുള്ള ലോകം എന്നെ നിരന്തരം അസ്വസ്ഥയാക്കിയതിൻ്റെ പരിണിത ഫലമാണ് എൻ്റെ വരികൾ. അതുകൊണ്ട് തന്നെ ഈ കവിതകൾ എനിക്ക് വെറും അക്ഷരങ്ങളല്ല, അവ എൻ്റെ ശ്വാസമാണ്, എൻ്റെ നിലവിളിയാണ്. ഇത് ഞാൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയ ഒരു വഴിയാണ്. മുങ്ങിപ്പോകാതിരിക്കാൻ ഞാൻ പിടിച്ചു കയറിയ ഒരു തുരുത്താണ്. ഇത് എൻ്റെ നിലപാടാണ്, എൻ്റെ പ്രതിഷേധവും. പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുവാൻ പ്രിയപ്പെട്ട രാവുണ്ണി മാഷിനെ ക്ഷണിക്കുന്നു. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ മാഷ്. ഞാൻ ഈ പുസ്തക പ്രകാശനം നടക്കുന്ന സമയത്ത് വായിച്ചത് ശ്രീജ ടീച്ചർ ആമുഖമായിട്ട് എഴുതിയ കാര്യങ്ങളാണ്. ടീച്ചർ ഒരു കവിത ചൊല്ലാനാണ് ഏൽപ്പിച്ചിരുന്നത്. എൻ്റെ ഈ പോസ്റ്റർ ചെയ്ത സുഹൃത്ത് പറഞ്ഞു, രംഗാധികാരം എന്നൊക്കെ ഞാൻ പോസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്, അപർണ അനീഷ് എന്ന പേരിൽ. എന്തൊക്കെ അധികാരങ്ങളാണ് അവിടെ ഉപയോഗിക്കുക എന്നറിയില്ല എന്ന്. അതിൽ ഞാൻ ടീച്ചറുടെ വാക്ക് തെറ്റിച്ച് നടത്തിയ ഒരു അധികാരമാണിത്. ശരി മാഷ്. സുഹൃത്തുക്കളെ, ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? ആ മോണിറ്റർ വർക്ക് ചെയ്യില്ലേ? എല്ലാവർക്കും എൻ്റെ വന്ദനം. ശ്രീജ വിധുവിൻ്റെ സൈബർ തടാകത്തിലെ ചൂണ്ടൽ എന്ന പ്രഥമ കവിതാ സമാഹാരം നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തി ശ്രീജയുടെയും വിധുവിൻ്റെയും അമ്മമാർക്ക് നൽകി പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഇതിൽ ഉദ്ഘാടനം ചെയ്യുന്ന എൻ്റെയോ വേറെ ആരുടെയും പ്രസംഗം നിങ്ങൾ കേട്ടില്ലെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ അവസാനം ശ്രീജയുടെ ഒരു മറുപടി ഉണ്ടാവും. ആ മറുപടി എല്ലാവരും കാത്തിരുന്ന് കേൾക്കണം. നേരത്തെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരത്തെ ഞാനും ശ്രീജയും തമ്മിൽ പരിചയപ്പെടാൻ ഇടയായ ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. അതിലൊരു തിരുത്തുണ്ട്.
ആ പറഞ്ഞതിൽ ചെറിയ തകരാറുണ്ട്. ഈ പറഞ്ഞ കാര്യം വെച്ചാണെങ്കിൽ ഈ സ്കൂളിൻ്റെ ഭാഗത്ത് വലിയ കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട്. അതിഥി വന്നു, നോക്കാനായില്ല, കുട്ടികൾ അങ്ങോട്ട് പോകണു, ടീച്ചർമാർ ഇങ്ങോട്ട് പോകണു, ആകെ ഒരു കുത്തഴിഞ്ഞ സ്കൂളിൽ നിന്ന്. ആ കാര്യം ശരിയല്ല. സ്കൂളിൻ്റെ കുഴപ്പമല്ല, കുഴപ്പമോടെ ഉണ്ടായത് അവിടെ ചെന്ന ആളുടെ പ്രശ്നമാണ്. ഞാൻ എന്നെ സ്കൂളിലേക്ക് വിളിച്ചു, ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. ചന്ദ്രന് മുമ്പ് എന്നോട് പറയുകയും ചെയ്തു ഇങ്ങനെ പോകണം എന്നുള്ളത്. ചന്ദ്രൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വിധു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പം ഞാനത് ഏറ്റു. അപ്പം ഞാൻ എഴുതി വെച്ചത് ഈ കൊരട്ടി സ്കൂളിൽ നിന്നുള്ളതാണ്, വേറെ ഒന്നും ഞാൻ എഴുതിയില്ല. അപ്പോൾ ഇങ്ങനെ കാറിലിങ്ങനെ വരുന്ന സമയത്ത് നാനാ ചിന്തകളാണല്ലോ. എവിടേക്കോ ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊരട്ടി എത്തിയെന്ന് എൻ്റെ ബോർഡ് കണ്ടു. അടുത്ത് തന്നെ കണ്ട് സ്കൂളിലേക്ക് പോയി. ആ സ്കൂളിൽ ചെന്നപ്പോൾ ആ സ്കൂളിൽ ഒരു പരിപാടിയില്ല, ഒന്നുമില്ല അവിടെ. അപ്പോൾ അവിടെ ഞാൻ ചെന്ന് ചോദിച്ചു, ഇവിടെയല്ല ഇന്നത്തെ പരിപാടി അല്ല, ഇവിടെ പരിപാടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു സ്കൂളിൻ്റെ ബോർഡ് കണ്ടു. നല്ല പ്രതീക്ഷ. ആ പ്രതീക്ഷയോടുകൂടി ആ സ്കൂളിൽ ഞാൻ പോയി. അവിടെയും പരിപാടിയില്ല. അങ്ങനെ ഈ സ്കൂളിലൊക്കെ കയറി ഇറങ്ങി ഏതാണ്ട് വിയർത്ത് പരവശനായിട്ടാണ് MAM സ്കൂളിൽ ഞാൻ കയറി ചെല്ലണത്. അപ്പോഴേക്ക് എൻ്റെ ക്ഷമ കെട്ടു. ആ ചെന്ന ആളുടെ പ്രശ്നമാണ്, അല്ലാണ്ട് സ്കൂളിൻ്റെ ഒന്നുമല്ല. എൻ്റെ ക്ഷമ കെട്ടു. ആകെ കോപാകുലനായിട്ടാണ് വന്ന് ഇറങ്ങുന്ന നേരത്തെ. ടീച്ചർമാരില്ല അവിടെ, സ്വാഭാവികമാണല്ലോ. പൊതുവെ കോൺവെൻറ്റുകളിലും ഇത്തരം വിദ്യാലയങ്ങളിലും ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതെനിക്ക് നല്ല അനുഭവമാണ്. അപ്പോൾ ടീച്ചറെ കാണേണ്ടപ്പോൾ ടീച്ചർ വരാൻ അല്പം വൈകി. ടീച്ചറെ പ്രശ്നം കൊണ്ടല്ല, ടീച്ചർ ഇരിക്കേണ്ട സ്ഥലത്ത് ടീച്ചറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ടീച്ചർ വന്നത് ഞാനാകെ പൊട്ടിത്തെറിച്ചു, ആകെ പ്രശ്നമായി. ടീച്ചർ ആകെ വിഷമിച്ചുകൊണ്ട് ചന്ദ്രുവിനെ ഫോണിൽ വിളിച്ചു. ചന്ദ്രേട്ട ആളാകെ ചൂടായി നിൽക്കണല്ലോ. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, പേടിക്കണ്ട, ഇപ്പം തണുക്കും, അവിടെ തന്നെ നിന്നാൽ മതി. അങ്ങനെയാണ് ഞാൻ പോയത്. അന്ന് പ്രസംഗം നന്നായില്ല. അന്നും സ്കൂളിൻ്റെ മാനേജറായിരുന്ന അച്ഛൻ ഒക്കെ നന്നായി സംസാരിച്ചു. ഇന്നും അച്ഛൻ നന്നായി സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, MAM സ്കൂൾ ഏതെങ്കിലും നിലയ്ക്ക് മോശപ്പെട്ടതാണെന്നും വന്നൊരു അതിഥിയെ വേണ്ട പോലെ മാനിച്ചില്ല എന്നും അല്ല കണക്കാണ്ട് വന്ന ആൾ അത്ര ശരിയല്ല എന്ന് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ അതൊരു കാരണമായി എന്നുള്ളതാണ്. യെസ്, നേരത്തെ ഇവിടെ സംസാരിച്ചു ഫാദർ ജോൺസൺ ജോസ് കക്കാട്ട്. വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശ്രീജ അച്ഛനാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛന്മാർ സാധാരണ പ്രസംഗിക്കുന്ന പോലെയാണോ പ്രസംഗിക്കുക? അല്ലല്ല, നല്ല പകതിരിവുള്ള ഒരാളാണ്, അപ്പോൾ നന്നായി സംസാരിക്കും, ശ്രദ്ധിക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു. അപ്പോൾ ഞാനിവിടെ കേൾക്കാനിരിക്കുമ്പോൾ അത് അങ്ങേയറ്റം മധുരമായി വളരെ നന്നായി ഈ പുസ്തകത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല അധ്യക്ഷ പ്രസംഗം എന്ന നിലയ്ക്ക് അത് അച്ഛൻ കിട്ടി. അപ്പോൾ അത് നല്ല വാക്കുകളാണ്. അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇനിയെങ്കിലും നല്ല കവിത വായിച്ച് എന്നാണ് പറഞ്ഞത്, മനുഷ്യനായി തീരാനാണ്. കവിത വായിക്കാതെ കവിതയിൽ ജീവിക്കാതെ കടന്നു പോകുന്നൊരു ജീവിതം എന്നുള്ളത് അതൊരു ജീവിതമേ അല്ല എന്നൊരു തിരിച്ചറിവ് അച്ഛൻ്റെ വാക്കുകളിലുണ്ട്. ഈ സദസ്സിനെ ഞാൻ നോക്കി ബാലകൃഷ്ണനുണ്ട്. വളരെ ശാന്തമായി വാർത്തകൾ വായിക്കുന്ന ബാലകൃഷ്ണനാണ്. ഇന്നും അദ്ദേഹത്തെ ഓർക്കാൻ കാരണം ഇപ്പം ഈ വായിക്കുകയും വാർത്ത വായിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ആക്രോശിക്കുകയും ചൂടാവുകയും പൊട്ടിത്തെറിക്കുകയും അവർ തന്നെ വിളിച്ചിരുത്തി വന്നിരിക്കുന്ന അതിഥികളൊക്കെ അപമാനിക്കുകയും ചെയ്യുന്നൊരു കാലത്ത് വളരെ ശാന്തമായി വാർത്തകൾ വായിക്കുന്ന ഒരാളാണ് അദ്ദേഹം. നാട്ടുകാരനാണ് എന്നെനിക്കറിയാം. എന്തായാലും അദ്ദേഹം ഉൾപ്പെടെ എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ സദസ്സിലുണ്ട്. സുധീഷ് ചന്ദ്ര സഖാവ് തൊട്ട് എല്ലാവരും, നമ്മുടെ പ്രകാശൻ ഇഞ്ചക്കൊണ്ട് വരെ, അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ എല്ലാവർക്കും എൻ്റെ വന്ദനം. കാവ്യശികയുടെ ഒരു മഹോത്സവമാണിത്. കാവ്യശികയുടെ നായികയാണ് ശ്രീജ വിധു. വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ ഈ കവികളുടെ കാര്യം നേരത്തെ പറഞ്ഞു, എനിക്ക് മുടിയില്ല എന്നുള്ള അച്ഛൻ നേരത്തെ നോക്കിയിട്ട് പറഞ്ഞു. അപ്പം എനിക്ക് മുടി അല്പം കുറവാണെങ്കിലും കംപ്ലീറ്റ് മുടി ഞാൻ ചന്ദ്രശേഖരനെ കൈമാറിയിട്ടുണ്ട്. എൻ്റെ മുടി കൂടി ചന്ദ്രൻ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് എൻ്റെ മുടി കൂടിയാണ് അവിടെ കാണുന്നത്. അപ്പോൾ കവികൾ മുടിയില്ലാത്തവരാണ് എന്ന തെറ്റിദ്ധാരണയൊന്നും വേണ്ട. എന്തായാലും അങ്ങനെയുള്ള പലതരത്തിൽപ്പെട്ട കവികളാണ്. പല ഈഗോ ഉള്ളവർ, എന്താ പറയുക, മുള്ളും മുരട് മൂർക്കം പാമ്പ്
എന്നൊക്കെ പറയുന്ന പോലെ ആ തരത്തിലുള്ള ഉഗ്രമൂർത്തികൾ നിൽക്കുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ളൊരു കാവ്യശികയെ വളരെ ശാന്തമായി പരിപാലിച്ച് കൊണ്ട് നടക്കുന്ന ചില വ്യക്തികളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആൾ ശ്രീജിയാണ്. ശ്രീജിയാണ് എവിടെയെങ്കിലും തീപിടുത്തുണ്ടാകുമ്പോൾ ആ തീ അണയ്ക്കുന്ന ഒരാൾ. കവിത എഴുതാൻ വേണ്ടി കാവ്യശികയിൽ വന്നതല്ല. ഞാനിവിടെ ഒരിക്കൽ ശ്രീജിയുടെ വീടിൻ്റെ അടുത്ത് എന്തോ ഒരു കാര്യത്തിൽ വന്ന സമയത്ത് അവിടെ കുട്ടികളുടെ ഒരു ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിനെ ശ്രീജ കൈകാര്യം ചെയ്ത് കണ്ടു. കുട്ടികളും കൂട്ടുകാരും അല്ലേ, അങ്ങനെ എന്തോ പേര് കുട്ടികളുടെയാണ്. ആ കുട്ടികൾ വളരെ നന്നായി ഇവരുടെ ചൊടിപിടിപ്പോടുകൂടി കവിതകൾ ചൊല്ലുന്നു, ഇതിൽ പങ്കെടുക്കുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങളവിടെ മഴവിൽ കൂടാരം എന്ന പേരിൽ കുട്ടികളൊരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കി. ആ കുട്ടികളുടെ കൂട്ടായ്മ ഉണ്ടാക്കാൻ ഒന്ന് വരാൻ പറ്റുമെന്ന് ഞാൻ ശ്രീജയെ വിളിച്ച് ചോദിച്ചത്. ശ്രീജ പറഞ്ഞു വരാലോ, എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ ചെയ്യാമെന്ന് പറയും. ആ വാക്കാണ്, എന്ത് പറഞ്ഞാലും ഞാൻ ഏറ്റു. അങ്ങനെയാണ് ശ്രീജ പിന്നെ വന്നത്. കാവ്യശികയിൽ ചേർക്കുമ്പോൾ ശ്രീജ ചോദിച്ചു, ഇതെന്തിനാ എന്നെ ഇതിനുള്ളിൽ കൊണ്ടുവരുന്നത്? നിൽക്കൊരാൾ, കവിത വായിക്കാനും വേണ്ട ഒരാൾ എന്ന മട്ടിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ശ്രീജ വന്നു. ശ്രീജ ഇതിനിടയ്ക്ക് കവിതകൾ ധാരാളം എഴുതി. കവിതകൾ എഴുതാൻ തീരുമാനിച്ച ഒരാളല്ല, കവിതയിൽ വേണ്ടത്ര ബലം ഉള്ളൊരാളല്ല. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞത്, ഞാനിങ്ങനെ എഴുതി ഇട്ടിട്ടുണ്ട്, അതിനെ കവിത എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാണ്. ആ ശ്രീജ എഴുതിയ ഈ പുസ്തകത്തിൽ എഴുതിയ ആദ്യത്തെ വരി, ഈ പുസ്തകത്തിലെ ആദ്യത്തെ വരിയാണ് നേരത്തെ വായിച്ചത്. ഞാനത് ഒന്നുകൂടി വായിക്കാം. ജീവിതം അതിൻ്റെ എല്ലാ പരുക്കൻ ഭാവങ്ങളോടും കൂടി മുന്നിൽ വന്നു നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എനിക്കറിയാവുന്ന ഒരേ ഒരു വഴി അക്ഷരങ്ങളാണ്. എനിക്ക് ചുറ്റുമുള്ള ലോകം എന്നെ നിരന്തരം അസ്വസ്ഥയാക്കിയതിൻ്റെ പരിണത ഫലമാണ് ഈ വരികൾ. അതുകൊണ്ട് തന്നെ ഈ കവിതകൾ എനിക്ക് വെറും അക്ഷരങ്ങളല്ല, അവ എൻ്റെ ശ്വാസമാണ്, എൻ്റെ നിലവിളിയാണ്. അങ്ങനെയാണ് ഈ കുറിപ്പ് തുടങ്ങിയത്. ഒരു കവിക്ക് കവിത എന്താണെന്നുള്ളതാണ്. ഇത് ശ്രീജയുടെ കവിതയെക്കുറിച്ചാണ് പറയുന്നെങ്കിലും ലോകത്തിലെ എല്ലാ കവികൾക്കും അവരുടെ കവിതയെക്കുറിച്ച് പറയാനുള്ള വാക്കാണ്. ഈ ലോകവും ഞാനും തമ്മിൽ ബുദ്ധൻ പറയും, ഞാൻ ലോകത്തോടല്ല, ലോകം എന്നോടാണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അങ്ങനെയാണ് ഈ ലോകവുമായിട്ടുള്ള തർക്കത്തിൽ കവികൾക്ക് ആകെയുള്ളൊരു ആലംബമാണ് അവിടെ കവിത എന്നുള്ളത്, അവിടെ ഏക പ്രതിരോധം എന്നുള്ളത്. ഇതിൽ പറഞ്ഞതുപോലെ ശ്വാസവും ആത്മവിശ്വാസവും എല്ലാമായി കവികളെ ജീവിക്കാൻ പ്രേരകമായി തീരുന്നത് കവിത എന്ന വലിയ മാധ്യമമാണ്. നമ്മൾ വളരെ വിസ്തൃതമായൊരു ലോകത്താണ് ജീവിക്കുന്നത്. വലിയ ആശയവിനിമയങ്ങളുടെ അനന്തമായ സാധ്യതകളുള്ള ഒരു പുതുയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യരും നമുക്കിന്ന് സമീപസ്ഥനാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാളെ പോലെ ഏത് ഭൂഖണ്ഡത്തിൽപ്പെട്ട ഒരാളായാലും നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഫോണിൽ വിളിക്കാം, നമുക്ക് വിളിക്കാം, സംസാരിക്കാം. ലോകം പെട്ടെന്ന് ഒന്നായി, കുഞ്ഞുണ്ണി മാഷ് പറയും പോലെ ലോകം ഒന്നായി തീർന്നു. അങ്ങനെ ലോകം ഒന്നായി തീരുന്നു എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നാം ഓരോ മനുഷ്യനും തമ്മിൽ വേർപെട്ട് പോകുന്ന, ചിതറിപ്പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഒരു വീട്ടിൽ ഒന്നിച്ചാണ് ജീവിതം എന്ന് പറയും. അങ്ങനെയല്ല. നമ്മൾ ഒറ്റ വീട്ടിൽ പല മുറികളിലാണ്, ഒറ്റ വീട്ടിൽ പല ഭൂഖണ്ഡങ്ങളിലാണ്, ഒറ്റ വീട്ടിൽ പല ധ്രുവങ്ങളിലും പല ഗോളങ്ങളിലുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഒന്നിച്ച് ജീവിക്കുന്നു എന്ന് നമ്മൾ ഭാവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും അച്ഛനമ്മയും കുട്ടികളും ഒന്നിച്ച് കിടക്കുന്നു എന്ന് പറയുന്നുണ്ടാവും. ഒന്നിച്ച് കിടക്കുമ്പോഴും അവരെല്ലാം ദൂരസ്ഥരായി വരുന്നു എന്നുള്ളതാണ്. തൊട്ട അയൽ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നത് ചിലപ്പോൾ പിറ്റേ ദിവസം പത്രം വായിക്കുമ്പോഴാണ്. ആ വീട്ടിലെ 7 പേർ ഒന്നിച്ച് വിഷം കുടിച്ച് മരിച്ചു എന്ന് പിറ്റേ ദിവസം വായിക്കുമ്പോഴാണ് നമ്മുടെ തൊട്ട അയൽ വീട്ടിൽ എന്താണ് ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്, തൊട്ട അയൽ വീട്ടിൽ ആരായിരുന്നു, അവിടെ എന്തായിരുന്നു എന്ന് നമ്മൾ എഴുതി പത്രം വായിക്കുമ്പോഴാണ്. തൊട്ട അയൽ വീട് പോലും അന്യഗ്രഹങ്ങളെപ്പോലെ ദൂരസ്ഥമായിരുന്നൊരു കാലത്ത്, മനുഷ്യർക്കിടയിൽ പാരസ്പര്യത്തിൻ്റെ എല്ലാ പാലങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് കവിതയാണ് ഏകാവലംബം, ലോകത്തിലേക്കുള്ള നടപ്പാലം. ആ കവിതയിൽ പിടിച്ചാണ്
നമ്മൾ ലോകസഞ്ചാരം നടത്തുന്നത്. അങ്ങനെയാണ് കവിത വരുന്നത്. ഞാൻ ശ്രീജയുടെ 1-2 കവിതയെക്കുറിച്ച് പറയാം. കവിതയെക്കുറിച്ച് പറയാൻ വേണ്ടി ഇവിടെ ഒരാൾ തയ്യാറായി ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെയും പിന്നെ കുറിപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല ഒരു കവിതാ പഠനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. എങ്കിലും പല വിധത്തിലും തൻ്റെ കവിതയിൽ എന്തൊരു മുന്നേറ്റമാണ് ശ്രീജ സാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ പുസ്തകത്തിലെ ഒരു അവതാരിക എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചില്ലെങ്കിലും വിരോധമില്ല, കവിത വായിച്ചാൽ മതി. ഞാൻ ശ്രീജയുടെ 1-2 കവിതകൾ വായിക്കാം. ആ കവിത വായിക്കുമ്പോൾ മനസ്സിലാവും ആ കവിതയുടെ ലെവൽ എന്താണ്, മറ്റുള്ള കവികളിൽ നിന്ന് എന്താണ് ശ്രീജ വിധു എന്ന എഴുത്തുകാരിക്കുള്ള വ്യത്യാസം എന്ന് മനസ്സിലാവും. ശ്രീജ നിൽക്കുന്ന ജീവിതത്തിലാണ്, ജീവിതത്തിൽ തറഞ്ഞു നിൽക്കുന്നു, വീട്ടിൽ നിൽക്കുന്നു, നാട്ടിൽ നിൽക്കുന്നു, സ്കൂളിൽ നിൽക്കുന്നു, കുട്ടികളോട് സംസാരിക്കുന്നു, എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. ആ നിൽപ്പിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്താണ് ലോകമെന്നുള്ള ഒരു സ്ത്രീ എന്താണെന്ന്, ഇന്നൊരു സ്ത്രീ എന്താണ്, ഒരു സ്ത്രീയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊരു കവിതയുണ്ട്. സ്വാഭാവിക മരണം എന്നാണ് ഈ കവിതയുടെ പേര്. ഈ കവിത പറയാൻ വിചാരിച്ചിട്ടുണ്ടോ? സ്വാഭാവിക മരണം. ഒരു സ്ത്രീ എന്താണെന്നുള്ളതാണ്. ഒരു ജീവിതം മുഴുവൻ ജീവിച്ച് കിടക്കുന്ന ഒരു ശരീരത്തിൽ എന്താണ് ഇനി ബാക്കിയുള്ളത് എന്ന് നോക്കുകയാണ്. സ്വാഭാവിക മരണം. പോസ്റ്റ്മോർട്ടത്തിനായി മരിച്ചവരുടെ ശരീരം പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തി. അയാൾ അടി തൊട്ട് മുടി വരെ പരിശോധിച്ചു. ഒരു തെളിവും കണ്ടില്ല. തലയോട് പൊട്ടിച്ചപ്പോൾ പുറത്തു വന്നത് നിന്റെ തലമണ്ടയ്ക്കകത്ത് എന്താടിയിരിക്കണം എന്ന പ്രതിധ്വനിയാണ്. നിന്റെ തലമണ്ടയ്ക്കകത്ത് എന്താടിയിരിക്കണേ എന്ന പ്രതിധ്വനിയാണ്. ആ വാക്ക് തന്നെയാണ് ആ തലച്ചോറിൽ അടിച്ചടിച്ച് കയറ്റി വെച്ചിട്ടുള്ളത്. നെഞ്ചും കൂടി കീറിയപ്പോൾ പ്രണയസ്വപ്നങ്ങൾ തണുത്തുറഞ്ഞ നിരാശയുടെ ഹിമാലയൻ കുന്നുകളുടെ ചിത്രങ്ങളായിരുന്നു. രണ്ടായി പിളർത്തിയ വയറ്റിനുള്ളിൽ ചെവിയടച്ചും കണ്ണടച്ചും വിഴുങ്ങിയ ദിനരാത്രങ്ങൾ ദഹിക്കാതെ കിടപ്പുണ്ടായിരുന്നു. ദഹനേന്ദ്രിയങ്ങളെല്ലാം അപ്പോഴും പെർഫെക്റ്റ്. അടഞ്ഞിരുന്ന കണ്ണുകൾ തുറന്നപ്പോൾ കൃഷ്ണമണിയിൽ മക്കളുടെ കണ്ണു തുറുപ്പിച്ചുള്ള രൂപം തിമിരമായി അടിഞ്ഞിരിക്കുന്നു. ചെവിക്കുള്ളിൽ കുത്തുവാക്കുകൾ പണിത ചൈന വൻമതിലുകൾ ഇനി ഒരു ശബ്ദവും കേൾക്കേണ്ടെന്ന ഭാവത്തിൽ നെഞ്ചു വിരിച്ചു നിന്നു. ഒന്നിനും മറുപടി പറയാതിരിക്കാൻ ആവണം, ഒന്നിനും മറുപടി പറയാതിരിക്കാൻ ആവണം നാവുകൾ, ഒന്നിനും മറുപടി പറയാതിരിക്കാനാവണം നാവുകൾ. സ്വയം കെട്ടിയിരുന്നു, നാവുകൾ സ്വയം കെട്ടിയിരുന്നു. ഇടിഞ്ഞു തൂങ്ങിയ മാറിടങ്ങൾ, കൂമ്പടഞ്ഞ വാഴ കണക്കെ ഇനി ഒരിക്കലും ഒന്നിനു വേണ്ടിയും ചുരത്തില്ലെന്ന നോ എൻട്രി ബാനർ ഒട്ടിച്ച് അനാവൃതമായി കിടന്നു. കരളിൻ്റെ സാമ്പിളിൽ കെട്ടുപോയ സ്നേഹത്തിൻ്റെ അരുവികൾ ഫാറ്റി ലിവറായി ചീർത്ത് നിന്നിരുന്നു. സ്വന്തം ഭാര്യയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആദ്യ ഡോക്ടർ എന്ന ഗിന്നസ് റെക്കോർഡിൽ ഒപ്പുവെച്ച് അയാൾ റിപ്പോർട്ട് എഴുതി. ആന്തരിക അവയവങ്ങൾക്കോ ബാഹ്യ ശരീരത്തിലോ മുറിവുകൾ ഇല്ല. ഇത് വെറും സ്വാഭാവിക മരണം. ഞാൻ വേറൊരു കവിത കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വലിയ അല്ല ഞാൻ വായിക്കാം. ഇന്ന് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ഇത് വായിക്കാൻ മനസ്സിലായി. ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തൊരു കവിതയാണ്. ഇത് ഒരു നടന്ന സംഭവത്തെ ആധാരമാക്കിയിട്ടാണ്. മലയാളത്തിലെ ഒരു വലിയ സെലിബ്രിറ്റിയുടെ മരണം. ആ മരണസ്ഥലത്ത് ഞാൻ പോയിരുന്നു. അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ എറണാകുളത്ത് അതിങ്ങനെ പൊതുപ്രദർശനത്തിൽ വെച്ച സമയത്ത് ഞാനിവിടെ പോയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിറയെ ക്യാമറകൾ, നിറയെ സിനിമാ താരങ്ങൾ. ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം പണ്ട് വക്കംപുരുഷോത്തമൻ പുഴയിൽ ഒഴുക്കിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ചിത്രം അത്
ക്യാമറ കാണുമ്പോൾ പുഞ്ചിരിച്ചു പോകുന്ന നേതാവാണ്. ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം പുഴയിൽ ഒഴുക്കുമ്പോഴും പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് വക്കം പുരുഷോത്തമൻ അത് പിന്നെ ഒഴുക്കിയത്. അത് ക്യാമറ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. ഈ ക്യാമറ ശരീരത്തിനരികെ ഇരിക്കുന്ന പല ആൾക്കാരെയും ചിരിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു എന്ന കാര്യം ഞാൻ അവിടെ കണ്ടതാണ്. സെലിബ്രിറ്റിയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. സെലിബ്രിറ്റിയുടെ വീടിനകത്തടത്തിൽ ആശകൾ ഒടുങ്ങാത്ത ചേതനയറ്റ ശരീരം. അതറിഞ്ഞയുടൻ ചിലരുടെ മനസ്സാക്ഷി സൈലൻ്റ് മോഡിലേക്ക്, ക്യാമറ കണ്ണുകൾ ഓട്ടോ പ്ലേയിൽ. സോഷ്യൽ മീഡിയ നദിയുടെ അനന്തമായ വിരിമാറിന് മധ്യേ ടൈം ലൈനായി ആ ഉടൽ ഒഴുകി നടന്നു. മരണം ഒരു പോസ്റ്റായി, നിലവിളി ഒരു തമ്പനയിലായി, വിലാപം ഫിൽറ്റർ കടന്ന് വൈറലായി, തകർച്ചയിൽ ഇടറിവീണ വാക്കുകൾ ക്യാപ്ഷനിൽ ഹാഷ്ടാഗുകളായി. ചിതയിലേക്ക് ഉടൽ നീങ്ങുമ്പോൾ സ്കിപ്പബിൾ ആഡായി ഓക്സിജൻ്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം. ആത്മാവ് പരലോകം പുൽകും മുമ്പേ റീൽസിന് മില്യൺ വ്യൂസ്, മോണിറ്റൈസേഷൻ്റെ കാര്യം സെറ്റ്, സംഗതി പാക്കപ്പ്. മരണവും ആഘോഷിക്കപ്പെടുന്ന ഈ കാലത്ത് അത് സൃഷ്ടിക്കുന്ന അസാന്നിധ്യത്തിൻ്റെ മൂകതയെക്കുറിച്ച് ഞാൻ എന്ത് എഴുതാനാണ് എന്നാണ് കവിത അവസാനിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ കവിതകൾക്ക് ആവശ്യമായ സ്വന്തമായൊരു കാവ്യഭാഷ സൃഷ്ടിച്ചുകൊണ്ട് വേണമെങ്കിൽ ന്യൂജൻ കുട്ടികളോട് സംസാരിക്കാൻ അവരുടെ ഭാഷയിൽ പോലും പറയാവുന്ന നിലയിൽ അത്ര അപ് ടു ഡേറ്റായി സംസ്കൃതവും മലയാളവും എല്ലാം കൂടി ചേർന്നൊരു വലിയ കാവ്യ പാരമ്പര്യത്തിൻ്റെ ഇങ്ങേയറ്റത്ത് പുതിയ കാലത്തിൻ്റെ പുതിയ കവിത സ്വന്തം ജീവിതാനുഭവങ്ങളുടെ കൂടി പിൻബലത്തിൽ എഴുതി കവിതയിൽ ആരോട് സമ്മതം ചോദിക്കാതെ കടന്നു വന്ന് സ്വന്തമായൊരു കസേര വലിച്ചിട്ടിരിക്കുന്ന ശ്രീജിയുടെ പുസ്തകമാണ്, ആദ്യത്തെ പുസ്തകമാണ് പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഈ പുസ്തകത്തിൽ എനിക്കുള്ള വ്യക്തിപരമായ മറ്റൊരു സന്തോഷം, ഈ പുസ്തകം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് പ്രസിദ്ധപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ 80-ാം വാർഷികമാണ്. SPCS തുടങ്ങിയിട്ട് 80 വർഷമാണ്. 80 വർഷം 80 പുസ്തകം, നിലയ്ക്ക് 80 പുസ്തകങ്ങൾ അച്ചടിക്കാൻ തീരുമാനിച്ചപ്പോൾ 5 നവാഗത കവികളുടെ ആദ്യ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അത് എന്നെ ചുമതലപ്പെടുത്തി ആ പുസ്തകങ്ങൾ കണ്ടെത്താൻ വേണ്ടി. അതിന് ഞാൻ ആദ്യം കണ്ടെത്തി എനിക്ക് എന്നെ വായിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് ഈ പുസ്തകങ്ങൾ. ഇപ്പോൾ ഒരു പുസ്തകം ഇറക്കിയാലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ നേരെ ഈ കവിതകൾ മുഴുവനും SPCSന് ശ്രീജിയോട് പറയേണ്ടത് ഞാൻ കൊടുത്തു. അവിടെ വേറെ ഒന്നും ചെയ്തില്ല, അവരൊക്കെ വായിച്ചു. അവരെല്ലാവരും വായിച്ചിട്ട് എൻ്റെ പ്രത്യേകമായ യാതൊരു ശുപാർശയും ഇല്ലാതെ, എൻ്റെ ഒരു കടുംപിടുത്തമില്ലാതെ അവരെല്ലാവരും പറഞ്ഞു നല്ല കവിത, ഈ കാലത്തിൻ്റെ കവിത. അങ്ങനെ ഈ 50 കവിതകളിൽ ഒന്നാമതായി തിരഞ്ഞെടുത്ത പുസ്തകമാണ് സൈബർ തടാകത്തിലെ ചൂണ്ടൽ. SPCSൻ്റെ 80-ാം വാർഷികത്തിൻ്റെ മുദ്രയാണ് ഈ മുകളിൽ കാണുന്നത്. ആ 80-ാം വാർഷികത്തിലെ ആദ്യത്തെ പുസ്തകമാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതെന്നുള്ളൊരു സന്തോഷം കൂടി ഞാൻ പറയട്ടെ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അതിപ്പോൾ വേറെ എന്താണ് വിശദീകരിക്കേണ്ടത്? ശ്രീജയെ പരിചയപ്പെട്ട എല്ലാ വ്യക്തികളുടെ മനസ്സിലും ശ്രീജ ഒന്ന് തൊട്ടിട്ടുണ്ട്. പക്ഷെ ശ്രീജയ്ക്ക് ഒരു ഗുണം എന്താ വെച്ചാൽ ഇവിടെ 500 പേര് സദസ്സിലുണ്ടെങ്കിൽ ഈ 500 പേരും വേറിട്ട് കാണും, തിരിച്ചറിയും എന്താണ് ഈ ഇരിക്കുന്ന ആൾക്കാർ ഓരോരുത്തരുന്നതാണ്. ചിലപ്പോൾ ക്ലാസ് മുറിയിൽ നിന്ന് കിട്ടിയ നല്ലൊരു പരിശീലനമാവും, ഓരോ ആൾ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഏത് ആൾക്കൂട്ടത്തെ വെച്ചുകൊണ്ട് പരിപാടി ചെയ്യുമ്പോഴും അതിൽ ഇന്നത് വിളഞ്ഞതാണ്, ഇന്നത് പാഴാണ് എന്ന് തിരിച്ചറിയാൻ ശ്രീജയ്ക്ക് സാധിക്കും. ശ്രീജ ഗണിതശാസ്ത്ര അധ്യാപികയാണ്. ആ ഗണിതത്തിൻ്റെ ഒരു നല്ല പാരമ്പര്യം ശ്രീജയ്ക്കുണ്ട്, നല്ല കണക്കുണ്ട് ശ്രീജയുടെ കവിതയിൽ. ആ കവിതയുടെ കണക്ക് ഏറ്റവും നന്നായി കണ്ടെത്തി പ്രയോഗിക്കുന്ന ഒരാളാണ്. അങ്ങനെ തീർച്ചയായും കാവ്യശീലേക്ക് യാതൊരു ആത്മവിശ്വാസവും ഇല്ലാതെ കടന്നു വന്ന് അവിടെ നായികയായി തീർന്ന് ഏറ്റവും നല്ല കവിതകൾ എഴുതി. പിന്നെ കാവ്യശീലയിലെ കവികളുടെ എല്ലാം ഒരു കവി അമ്മയായി
മാറി ശ്രീജ വിധു. ആ നിലയ്ക്ക് ശ്രീജയുടെ ആദ്യത്തെ സമാഹാരം ശ്രീജയുടെ ജീവിതത്തിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ഈ കൊരട്ടിയിലെ മുഴുവൻ ആൾക്കാരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് ശ്രീജയെ പ്രസവിച്ച അമ്മയെയും വിധുവിനെ പ്രസവിച്ച അമ്മയ്ക്കും ആണ് ഈ പുസ്തകം നൽകിയത്. എന്ത് മനോഹരമായൊരു ജീവിതം തിരിച്ചേൽപ്പിക്കുന്ന പോലെയാണ് ഈ പുസ്തകം അവരെ തിരിച്ചേൽപ്പിക്കുന്നത്. ഞാൻ അത്രയും മഹത്തായ ഒരു ചടങ്ങിലേക്ക് കാവ്യശികയുടെ മുഴുവൻ ആൾക്കാരും വന്നിവിടെ നിൽക്കുന്നുണ്ട്, കൊരട്ടിക്കാരെ പോലെ തന്നെ. അവരെല്ലാവരും അങ്ങേയറ്റം നിറഞ്ഞ മനസ്സോടെയാണ് ശ്രീജയുടെ കാവ്യ ജീവിതത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും ഞാൻ അർപ്പിക്കുന്നത്. കൂടുതൽ എഴുതാനും നന്നായിട്ട് എഴുതാനും മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു എഴുത്തുകാരിയായി ഭാവിയിൽ വരാനും കൊരട്ടിയിൽ നിന്ന് എഴുത്തുകാരും വേറെ വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും കൊരട്ടിയിലെ ഏറ്റവും മികച്ചൊരു എഴുത്തുകാരിയായി അധ്യാപികയായി ശ്രീജ മാറട്ടെ, അച്ഛൻ്റെ വാക്കുകൾ പൊന്നാവട്ടെ എന്നുകൂടി പറഞ്ഞ് ഈ പുസ്തകം പ്രകാശിപ്പിച്ചതായി